ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. ഇന്ന് അക്ഷയ തൃതീയയാണ്. ഈ അക്ഷയ തൃതീയ ദിവസം ഇവ ചെയ്യരുത്, 8ൻ്റെ പണി കിട്ടുമെന്നാണ് പറയുന്നത്. ഹിന്ദു ആചാരപ്രകാരം അക്ഷയ തൃതീയ ഏറ്റവും ശുഭകരമായ ദിവസങ്ങളിൽ ഒന്നാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൻ്റെ 3-ാം തിഥിയിലാണ് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. 2025 ഏപ്രിൽ 30 ബുധനാഴ്ച ഇന്നേ ദിവസമാണ് അക്ഷയ തൃതീയ. ഈ ദിവസം മഹാവിഷ്ണു ഭൂമിയിൽ മനുഷ്യരൂപം സ്വീകരിച്ചു വരുന്നു എന്നാണ് വിശ്വാസം. അക്ഷയ തൃതീയ ദിനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അക്ഷയ തൃതീയ ദിനത്തിൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പ്രത്യേകം ആരാധിക്കരുത്. ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ആരാധിക്കുന്നതാണ് ഭാഗ്യവും സന്തോഷവും നൽകുന്നത്. ഈ ദിവസം പുറത്തു പോകുന്നവർ വെറും കൈയോടെ വീട്ടിലേക്ക് പോകുന്നത് ശുഭകരമല്ല. ഒരു വെള്ളിയോ സ്വർണമോ വാങ്ങിയാൽ അത് ഒരു ഭാഗം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. അക്ഷയ തൃതീയ ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അത് അന്നേ ദിവസം മുടങ്ങാതെ വേണം ചെയ്യുവാനായിട്ട്. ആദ്യമായി പൂണൂൽ ധരിക്കുന്ന ചടങ്ങിന് ഈ ദിവസം അഭികാമ്യമല്ല. പൂണൂൽ ധരിക്കുന്ന നമ്മുടെ ഇടയിലുള്ളവർക്കൊക്കെ ഇന്ന ദിവസമൊക്കെ അത് ധരിക്കുന്നത് ഇന്ന ദിവസം കൊള്ളില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വ്രതങ്ങളാണെങ്കിലും നമ്മൾ അനുഷ്ഠിക്കുന്നത് അതൊരിക്കലും മുടങ്ങാനായിട്ട് പാടില്ല. മുടങ്ങാതെ ഇന്ന ദിവസം ലക്ഷ്മി നാരായണ മന്ത്രമൊക്കെ ചൊല്ലി ഇന്ന ദിവസം നമ്മൾ പ്രാർത്ഥിച്ചാൽ വളരെയധികം പുണ്യം കിട്ടും. ഒരു വർഷം വളരെയധികം നമുക്ക് നല്ല ഒരു വർഷമായിരിക്കും കിട്ടാൻ പോകുന്നത്. കൂടുതലും ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ ദേവതയാണ് ലക്ഷ്മി ദേവി. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയെയും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ട് നെയ്വിളക്ക് തെളിയിച്ച് രണ്ടുപേരെയും ചേർത്ത് ലക്ഷ്മി നാരായണ മന്ത്രവും ഒക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം വളരെയധികം പുണ്യദായകമായിരിക്കും.